കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമിയിൽ ജീവിക്കുന്ന യാതൊരു മനുഷ്യനും മരണമുണ്ട്. മനുഷ്യൻ്റെ പ്രാണൻ അവൻ്റെ ശരീരം വിടുമ്പോൾ ചെന്നെത്തുന്ന 2 സ്ഥലങ്ങൾ മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളൂ. ഒന്ന് സ്വർഗീയ പരദീസ, മറ്റൊന്ന് പാതാളം. അതായത് ക്രിസ്തുവിൽ മരിക്കുന്നവരും ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്നവരും, ഇവർ രണ്ടുപേരും ചെന്നെത്തുന്ന 2 സ്ഥലങ്ങളിലാണ്. ക്രിസ്തുവിൽ മരിക്കുന്നവൻ്റെ ആത്മാവ് അവൻ്റെ ശരീരം വിടുമ്പോൾ സ്വർഗീയ പരദീസയിൽ വിശ്രമത്തിലായിരിക്കും. എന്നാൽ ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്നവർ അവർ ചെന്നെത്തുന്നത് പാതാളത്തിൽ യാതനാസ്ഥലത്താണ്. ഇതെല്ലാ ക്രിസ്ത്യാനികളും വ്യക്തമായി സ്പഷ്ടമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിന് വിരുദ്ധമായിട്ട് യാതൊരു ഉപദേശവും ഒരു ക്രിസ്ത്യാനി കേൾക്കേണ്ടതുമില്ല, അനുകരിക്കേണ്ടതുമില്ല. ഭൂമിയിൽ വച്ച് ക്രിസ്തുവിനെ കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നവരെ അല്ല, അത് ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്. മറിച്ച് ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനായി ഹൃദയത്തിൽ മാനവരാശിയുടെ രക്ഷകനും കർത്താവും വീണ്ടെടുപ്പുകാരനും ദൈവമാണെന്ന് വിശ്വസിച്ച് സ്വീകരിച്ച് ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളെയാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് കൊണ്ടുപോകുന്നത്. വ്യക്തമായി ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യാതൊരു മനുഷ്യനും വിളിച്ചു വരുത്തുവാനോ പ്രവർത്തിപ്പിക്കാനോ കഴിയില്ല. ഇത്തരം തോന്നലുകൾ മനുഷ്യൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ മനസ്സിൽ കൊടുത്ത് അവനെ മരിച്ചുപോയ ആത്മാക്കൾ, ക്രിസ്തുവിനെ കൂടാതെ മരിച്ചുപോയ ആത്മാക്കൾ പാതാളത്തിലാണല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ ആ പാതാളവുമായി ബന്ധിക്കേണ്ടതിന്, പാതാളവുമായി മനുഷ്യനെ കണക്റ്റ് ചെയ്യേണ്ടതിന് പാതാളത്തിൽ കിടക്കുന്ന പൈശാചിക ദൂതന്മാരുണ്ട്. അപ്പം അവർ മരിച്ചവരുടെ വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും സ്വഭാവം ഒക്കെ കാണിച്ചുകൊണ്ട് ഈ ആത്മാക്കൾക്ക് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചത്. നമുക്ക് ആ കണക്കുകളൊന്നും അറിയില്ല എങ്കിലും അതുകൊണ്ട് തന്നെ ഈ പൈശാചിക ദൂതന്മാർക്ക്, അവരുടെ ആത്മാക്കൾക്ക്, പൈശാചിക ആത്മാക്കൾക്കൊക്കെ അവൻ്റെ ഇന്നലകളെ എല്ലാം അവനറിയാം. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മുതലുള്ള കാര്യങ്ങൾ, ചരിത്രം അവനറിയാം. മനുഷ്യൻ്റെ സ്വഭാവം അറിയാം, അവൻ്റെ വാക്കുകൾ അറിയാം, അവൻ്റെ പ്രവർത്തനം അറിയാം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സ്വഭാവത്തെ അനുകരിച്ചു അവൻ്റെ വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിക്കാൻ പൈശാചിക ആത്മാക്കൾക്ക് കഴിയും. പാതാളത്തിൽ പോകുന്ന മനുഷ്യൻ്റെ ആത്മാവിനെ ദണ്ഡിപ്പിക്കുന്നത് ഈ പാതാളത്തിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ദുരാത്മാക്കളാണ്, പൈശാചിക ആത്മാക്കളാണ്. അവരാണ് ഈ മരിച്ചുപോയ ആത്മാക്കളെ പാതാളത്തിൽ ദണ്ഡിപ്പിക്കുന്നത്. അപ്പോൾ ഈ പാതാളത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഒരു ചടങ്ങുകളും ഒരു കർമ്മങ്ങളും ക്രിയകളും ചെയ്യാൻ പാടില്ല എന്ന് വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആവർത്തന പുസ്തകം 26-14 പറയുന്നു, മരിച്ചുപോയ ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പ്രാർത്ഥന വഴിയോ അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ വഴിയോ യാതൊരു രീതിയിലും അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല. അത് ഭൂമിയിൽ വച്ച് ദൈവത്തോട് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചു, മാനസാന്തരപ്പെട്ട് പാപം ഉപേക്ഷിച്ചു ക്രിസ്തുവിലൂടെ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ മരണാനന്തരം ആത്മരക്ഷ കിട്ടുന്നുള്ളൂ. അത് ഭൂമിയിൽ വെച്ച് പ്രാപിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ
അങ്ങനെ എഴുതപ്പെട്ടിരിക്കുമ്പോൾ മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെലവഴിക്കാൻ പാടില്ല. മരിച്ച് അടക്കപ്പെട്ട് മനുഷ്യൻ മരിച്ചതിന് ശേഷം, അവൻ അടക്കപ്പെട്ടതിന് ശേഷം പിന്നെ അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഭൂമിയിൽ യാതൊരു കർമ്മങ്ങളും ക്രിയകളും ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യുന്നവർ ചെയ്യട്ടെ, എന്നാൽ ക്രിസ്ത്യാനികൾ ചെയ്യരുത്. അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നില്ല. മാത്രവുമല്ല, അങ്ങനെ കർമ്മങ്ങളും ക്രിയകളും ചെയ്യുമ്പോൾ അത് ഭൂതങ്ങൾക്കാണ് ചെയ്യുന്നത്, പൈശാച നാമങ്ങൾക്കാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ പിശാചിന് ഇടം കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പിശാചിന്, ഭൂതങ്ങൾക്ക് ഇടം കൊടുക്കുന്നു. അപ്പോൾ അവ നമ്മെ ഭരിക്കാൻ നാം ഇടം കൊടുക്കുന്നത് കൊണ്ടാണ്, അവസരം കൊടുക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ പിശാചിന് കയറി മനുഷ്യനെ ഭരിക്കാനോ വാഴുവാനോ അവൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനോ സാധിക്കത്തില്ല. അപ്പം പിശാചിന് ഇടം കൊടുക്കരുത്. മനുഷ്യനിലൊരു അന്ധവിശ്വാസം വരുത്തി തീർത്ത് ദൈവത്തിൽ വിശ്വസിക്കാതെ വണ്ണം, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാതെ വണ്ണം ആശയക്കുഴപ്പം വരുത്തി മരിച്ചു പോയതിന് ശേഷം മനുഷ്യൻ്റെ ആത്മാവിന് സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയും. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കർമ്മങ്ങളും ക്രിയകളും ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നവർ വിശുദ്ധ വേദപുസ്തകപ്രകാരം തിരുവെഴുത്തുകളെ മനസ്സിലാക്കുന്നുവെങ്കിൽ മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യാതൊരു മനുഷ്യനും വിളിച്ചു വരുത്തുവാനോ പ്രവർത്തിപ്പിക്കാനോ കഴിയില്ല. മാത്രമല്ല, മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ, പാതാളത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ യാതൊരു മാർഗങ്ങളും ദൈവം പറഞ്ഞിട്ടില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ മനഃപൂർവ്വമായി ബുദ്ധിയുടെ പ്രമാണം ഉപയോഗിച്ചുകൊണ്ടും തന്ത്രം ഉപയോഗിച്ചും മനുഷ്യൻ ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി കൊണ്ടുവരുന്ന പ്രമാണങ്ങൾ, കൊണ്ടുവരുന്ന നിയമങ്ങൾ, കൊണ്ടുവരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, ഇതൊരു ക്രിസ്ത്യാനിക്ക് നന്നല്ല. ശുദ്ധീകരണ സ്ഥലമൊന്നും, ഒരു സ്ഥലം മരിച്ചുപോയ ഒരു ആത്മാവിന് വേണ്ടി ദൈവം സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴെയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനൊരു സ്ഥലവുമില്ല. ശുദ്ധീകരണവും നീതീകരണവും എല്ലാം ഭൂമിയിൽ വെച്ച് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ കാണപ്പെടരുത്. നിങ്ങളുടെ ഇടയിൽ മന്ത്രവാദി, ആവിചാരകൻ, ക്ഷുദ്രപ്രയോഗി, വെളിച്ചപ്പാടൻ, ലക്ഷണവിദ്യക്കാരൻ, അതുപോലെ അഗ്നിപ്രവേശം ചെയ്യിപ്പിക്കുന്ന ഇത്തരം ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ കാണുവാനേ പാടില്ല. നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. കാരണം എന്താ? അവരിലൂടെ പ്രവർത്തിക്കുന്ന പൈശാചിക സാത്താനി ആത്മമണ്ഡലത്തിലെ സാത്താനി ആത്മാക്കളായതുകൊണ്ട് വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ ഒരു കൂട്ടായ്മയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കർമ്മങ്ങളും ക്രിയകളും വിട്ടൊഴിഞ്ഞ് ഇങ്ങനെ കർമ്മങ്ങളും ക്രിയകളും ചെയ്യുന്നവരുമായി ഇടകലരാതെ വന്നു ക്രിസ്തുവിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിക്കണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്തു നമ്മിൽ വസിക്കണമെങ്കിലും നാം ക്രിസ്തുവിൽ വസിക്കണമെങ്കിലും ഇത്തരം ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ അരുത്. അതിന് കൂട്ടുനിൽക്കുകയും അരുത്. നമ്മുടെ നന്മകൾ കൊടുത്ത് സഹായിക്കുകയോ അരുത്. ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിക്കപ്പെട്ട ഞാൻ മരിച്ചവർക്ക് വേണ്ടി അവരെ സ്വർഗത്തിലെത്തിക്കുവാൻ പാരമ്പര്യം പറഞ്ഞതനുസരിച്ച്, മാതാപിതാക്കളിലൂടെ കിട്ടിയ അറിവുകളനുസരിച്ച്, വിശുദ്ധ വേദപുസ്തകപ്രകാരമല്ല, മാതാപിതാക്കളും പാരമ്പര്യവും പറഞ്ഞതനുസരിച്ച്
കുർബാനകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതറിവില്ലായ്മയുടെ കാലമായിരുന്നു. എന്നാൽ തിരുവെഴുത്തുകളിലൂടെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മരിച്ചവർക്കും മൃതന്മാർക്കും ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിലോ പാതാളത്തിലോ ഒരിക്കലും യാതൊരു രീതിയിലും പ്രവർത്തിക്കാൻ കഴിയില്ല. ദൈവജനം കബളിപ്പിക്കപ്പെടരുത്. മനുഷ്യനെ പാതാളത്തിൽ നിന്ന് സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്ന യാതൊരു പൗരോഹിത്യ ശുശ്രൂഷകളോ ഒന്നും തന്നെ ദൈവം അനുവദിച്ചിട്ടില്ല. മനുഷ്യനെന്ത് വേണമെങ്കിലും മതങ്ങളുടെ പേരിൽ ചെയ്യാം, അത് അവൻ്റെ സ്വാതന്ത്ര്യം. എന്നാൽ ദൈവം അനുവദിക്കാത്ത കാര്യങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവിലൂടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന യാതൊരു വ്യക്തികളും ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് കൂട്ടാളികളായി തീരരുത്. കർത്താവിനെ അനുകരിച്ച് കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ കർത്താവ് എവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു.